ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 2 Timothy chapter 1 verse 7. 2 തീമോത്തിയോസ് 1 അധ്യായം 7 വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. തിരുസന്നിധി നമ്മുടെ തലകളെ വണക്കി ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്കായി സമർപ്പിച്ച് കർത്താവേ, അടിയങ്ങളോട് സംസാരിക്കണമേ. ഇന്നത്തെ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ കടന്നു വന്നതുപോലെയല്ല കർത്താവേ, മടങ്ങിപ്പോകുന്നത് വ്യത്യസ്തരായി മടങ്ങിപ്പോകുവാൻ, അങ്ങയെ കണ്ടവരായി, അങ്ങയുടെ ശബ്ദം കേട്ടവരായി, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചവരായി, ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമ മഹത്വത്തിന് ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നവരായി കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മഹത്വമുള്ള പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ തരുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് സ്തോത്രം. തന്ന വചനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെയും അടിയനെയും താഴ്ത്തി തരുന്ന കർത്താവേ, തിരുവചന ശുശ്രൂഷ ചെയ്യുവാൻ്റെ ഗുണങ്ങളുടെ അഭിഷേകം ഏഴയുടെ മേൽ പകരണമേ. അങ്ങയുടെ ജനത്തിന് അനുഗ്രഹമാക്കി ഇന്നത്തെ ശുശ്രൂഷ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്നത്തെ രാത്രി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഭയത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ഭയം? ഭയപ്പെടുവാനുള്ള കാരണങ്ങൾ എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ തലങ്ങളിലാണ്, മേഖലകളിലാണ് ഭയം അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫിയർ പിടിമുറുക്കുന്നത്? ഭയത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മുഖാന്തരങ്ങൾ ദൈവവചനത്തിൽ എന്തൊക്കെയാണ്? ഇന്നത്തെ രാത്രി ശാന്തമായി നമ്മൾ ഈ വചനഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ഈ മെസ്സേജ് തീരുന്നത് വരെ ശ്രദ്ധയോടു കൂടിയിരിക്കണം. കാരണം കഴിഞ്ഞ നാളുകളിൽ വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മളിൽ പലരും ഭയത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭയത്തിൻ്റെ പിടിയിൽ പല വ്യക്തികളുമായിരിക്കുന്ന സാഹചര്യങ്ങളിലുണ്ട്. ഇന്ന് നമുക്കത് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിലോ ഈ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിനെ നമ്മൾ നേരിടണം, എങ്ങനെ സഹോദരങ്ങളെ ബലപ്പെടുത്തണം, അവരെ എന്തിലേക്ക് നയിക്കണം എന്ന് നാം അറിഞ്ഞിരിക്കണമെങ്കിൽ ദൈവവചനത്തിലെ ഈ വിഷയങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഒന്നുകൂടെ ആ വചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. For God has not given us a spirit of fear, but of power and of love and of sound mind. There can be many reasons for us to be afraid. But I tell you one thing, my brother, my sister, but there is only one reason not to be afraid. ഭയപ്പെടുവാൻ പല കാരണങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകാം. എന്നാൽ ഭയപ്പെടാതിരിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? കർത്താവിലുള്ള ആശ്രയം. ഭയപ്പെടുവാൻ അനേക കാരണങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒരു പക്ഷേ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടുവാനും നമ്മളെ ഭയപ്പെടുത്തുവാനും അനേക സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസികളായിക്കൊള്ളട്ടെ അവിശ്വാസികളായിക്കൊള്ളട്ടെ, ഭയപ്പെടാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവിൽ ആശ്രയിക്കുക. യേശു കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും ഭയത്തിൻ്റെ കീഴിലാകത്തില്ല. നോ മാറ്റർ വാട്ട് ദെയർ സർക്കംസ്റ്റാൻസസ് ആർ. അതിൻ്റെ അർത്ഥം സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാകണമെന്നല്ല. അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരത്തില്ലെന്നുള്ളതല്ല.
ദൈവവചനം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ, ഏതൊക്കെ സമ്മർദ്ദങ്ങളിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നു പോകുന്നതായിട്ട് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ കടന്നുപോയ ജീവിതത്തിന്റെ മാർഗത്തിൽ എത്രയോ സമ്മർദ്ദങ്ങൾ, പീഡനങ്ങൾ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊന്നിനും അവരെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകം മാറിയിട്ടില്ല, സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന, സാഹചര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന പിശാചോ അവന്റെ ഡീമൺസോ മാറിയിട്ടില്ല. അവരിന്നും ആക്റ്റീവാണ്. ഒരു പക്ഷേ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവൻ ഒന്നുകൂടെ ശക്തി തനിക്കുള്ള ശക്തി മുഴുവനും കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പോലെ അലറുന്ന സിംഹം പോലെ ഇത്രയും നാൾ ഇല്ലാത്തതായ ശക്തി കൂടി അവരെടുത്ത് അവന്റെ ലാസ്റ്റ് ഫോർട്ട്, അവസാനത്തെ യുദ്ധം അവൻ നടത്തിക്കൊണ്ടിരിക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ വീഴ്ത്തുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കണം. ദൈവവചനത്തിൽ എവിടെയാണ് ഈ ഭയം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതെന്നറിയാമോ? എവിടെയാണ് ദൈവവചനത്തിൽ ഭയത്തെക്കുറിച്ച് ആദ്യമായി കാണുന്നതെന്നറിയാമോ? ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജുകളിലാണ്. എവിടെയാന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തോടുകൂടെ ഭയമില്ലാതെ ജീവിച്ച മനുഷ്യൻ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഒരു ഭയം എന്തുവാണെന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം ദൈവത്തോട് കൂടെയാണ് അവൻ വസിച്ചത്, ദൈവത്തോട് കൂടെയാണ് നിന്നത്, ദൈവ ശബ്ദമാണ് കേട്ടത്, എല്ലാം തനിക്ക് അനുകൂലമാണ്. ദൈവത്തോടു കൂടെ ഇരിക്കുന്നത് കൊണ്ട് അവന് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. എന്നാൽ എന്ത് പറ്റിയെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അവൻ മാറിക്കഴിഞ്ഞപ്പോൾ, പാപം അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ, പിശാചിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഭയന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വചനഭാഗം പരിചയമില്ല എങ്കിൽ ഞാൻ അതൊന്ന് വായിക്കാൻ മാത്രമായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ സമയം കൂടുതലായിട്ട് എടുക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 9 and 10. ഇവിടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ ആദ്യമായി ഭയത്തെ നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഭയത്തിന്റെ കാരണം എന്താണെന്നുള്ളതും. ഹല്ലേലൂയ. അവിടെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ മനുഷ്യൻ കൊടുക്കുന്ന ഉത്തരമാണ്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്നവൻ പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമല്ല അവനെ ഭയപ്പെടുത്തിയത്, ദൈവമല്ല അവനെ ഭയപ്പെടുത്തിയത്. പക്ഷേ അവന്റെ ഉള്ളിലേക്ക് അവൻ അറിയാതെ തന്നെ ഭയം കടന്നു വന്നു. പാപം എവിടെ നിലനിൽക്കുന്നു അവിടെ ഭയവും നിൽക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്ന്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം വസിക്കുമ്പോൾ, ആ ദൈവസ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുമ്പോൾ, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ വിടുതലില്ലാതെ ആ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, പ്രമാണത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഭയം പുറത്താകുന്നു. ഭയത്തിന്റെ ആത്മാവിന് എന്നിൽ ശക്തിയില്ലാതെ വരുന്നു. ഇവിടെ ഈ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ദൈവത്തിൽ നിന്ന് അവർ മാറി. അവർക്ക് തന്നെ മനസ്സിലായി അവർ പാപം ചെയ്തുവെന്ന്. അവർ പാപം ചെയ്തുവെന്ന് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് നമുക്കറിയാം. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ തോട്ടത്തിനകത്തെ ഏത് വൃക്ഷത്തിന്റെ ഫലവും നിനക്ക് തിന്നാം. യു ക്യാൻ ഈറ്റ് ഓഫ് എനി ട്രീ ഇൻ ദിസ് ഗാർഡൻ ബട്ട് എക്സെപ്റ്റ് വൺ ട്രീ ദാറ്റ് ഈസ് ഇൻ ദ മിഡിൽ. ആ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ട്രീയിൽ നിന്ന്, ട്രീ ഓഫ് നോളജ് ഫോർ ഗുഡ് ആൻഡ് ഈവിൾ, നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാളിൽ മരിക്കും. അതവർ തിന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ തിന്നു. ഇറ്റ് വാസ് നോട്ട് അൺനോയിങ്ലി, it didn't happen by mistake. No, knowingly, deliberately they have violated the law and the commandment of God. അപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവർ കർത്താവ് ചോദിക്കുന്ന, യഹോവയായ ദൈവം അവരോട് ചോദിച്ചു, നീ പറയുന്ന, യു സേ ദാറ്റ് യു ആർ നേക്കഡ്, ഹൂ ടോൾഡ് യു ദാറ്റ് യു ആർ നേക്കഡ്? നീ നഗ്നനെന്ന് നീ പറയുന്നു, പക്ഷെ നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന്? ഇവിടെ ഒരു വലിയ സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയണമേ. ഹല്ലേലൂയ. നിങ്ങൾ ആദമിലേക്കും ഈവിലേക്കും ഒന്ന് ശ്രദ്ധിച്ചേ.
അവരുടെ ജീവിതത്തിൽ ബയോളജിക്കലി ഡസ് എനിത്തിങ് ഹാപ്പൻ? ഡിഡ് എനിത്തിങ് ഹാപ്പൻ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. അവർ ചെയ്തതൊന്നും മാത്രമേ ഉള്ളൂ, ആ പഴം തിന്നു, ദൈവകൽപ്പന ലംഘിച്ചു. വേറെന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നുണ്ടോ? ഇന്നലെ അവർ എങ്ങനായിരുന്നു അന്ന് തന്നെ ഇന്നും. പക്ഷെ ഒന്ന് സംഭവിച്ചു, ഇന്നലെ അവർ ചിന്തിക്കാതിരുന്ന ചിലത് ഇന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇന്നലെ അവർ ഭയക്കാതിരുന്ന ചിലത് ഇന്ന് അവർ ഭയക്കാൻ തുടങ്ങി. എന്ത് പറ്റിയെന്നറിയാമോ? അവരെ മൂടിയിരുന്ന ദൈവത്തിന്റെ തേജസ്സാകുന്ന ആവരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ പരസ്പരം നോക്കിയപ്പോൾ ആദം ഹവ്വയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് കാണുന്നത്. കുറച്ചു മുമ്പ് വരെ നിന്നെ കണ്ടതുപോലെയല്ല നീ എന്നെ കാണുന്നത്. ഹവ്വ തിരിച്ചാദമിനോട് പറഞ്ഞു, സത്യമാ, നിന്നെ ഞാൻ ഇതുവരെ കണ്ടതുപോലെയല്ലല്ലോ ഇപ്പൊ കാണുന്നത്, നീ നഗ്നനാണ്. ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവ സാന്നിധ്യത്തിൽ നിന്നൊരു വ്യക്തി മാറുമ്പോൾ, ദൈവവുമായി ചെയ്ത ഉടമ്പടിയിൽ നിന്നൊരു വ്യക്തി മാറുമ്പോൾ, ഹല്ലേലൂയ, നാം പരസ്പരം തോക്കുമ്പോൾ തന്നെ വ്യത്യസ്തരായി നാം കാണുവാനായിട്ട് തോന്നും. ഇന്നലെ കണ്ടതുപോലെ ഇന്ന് കണ്ടതുപോലെ ഒരു സഹോദരനെ കാണുവാൻ നമുക്ക് കഴിയാതെ വരും. നമ്മളൊരു സഹോദരിയെ ഇതുവരെ കണ്ടതുപോലെ കാണുവാൻ കഴിയാതെ വരും. മറ്റൊരു കണ്ണുകൊണ്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, പാപം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, നാം പലപ്പോഴും കരുതും പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞങ്ങ് ക്ഷമ പ്രാപിക്കാം, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം. അത് സത്യമാണ്. പക്ഷേ ആ പാപം നിന്റെയും എന്റെയും ജീവിതത്തിൽ ചെയ്ത ഡാമേജ് ഉണ്ടല്ലോ, ആ നഷ്ടമുണ്ടല്ലോ, അത് നികർത്താൻ പറ്റുന്നില്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രമുണ്ടല്ലോ. ഹല്ലേലൂയ. നാം അനുദിനം പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ വിവസ്ത്രരായി നമ്മൾ ജീവിക്കേണ്ടി വരും. പാപവുമായിട്ട് ഹല്ലേലൂയ, we are prone to this sort of spirit of fear. അത് മാത്രമാണോ? ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി. കാരണം പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്നൊരു വ്യക്തിക്ക് തോന്നിക്കഴിയുമ്പോൾ he become totally insecured. സുരക്ഷിതത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് അരക്ഷിതത്വത്തിന്റെ അവസ്ഥയിലേക്ക് അവൾ മാറ്റപ്പെടുകയാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് വെച്ചാൽ, കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മയുടെയോ അപ്പൻ്റെയോ കൈ വിട്ട് ആ കുഞ്ഞ് ഒറ്റപ്പെട്ടെന്നൊന്ന് കരുതിക്കേ. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വാച്ച് ചെയ്തേ. അതിൻ്റെ മുഖത്ത് വരുന്ന ആ ഭയം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ കുഞ്ഞിൻ്റെ ഭയം, ആദ്യം ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പനെയും അമ്മയെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പാനിക്കായി പോകും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസെക്യൂരിറ്റി. മുമ്പേ ഒരു പ്രശ്നമില്ലായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലാണ് പിടിച്ചിരുന്നത്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം, എതിരെ കയറണം, ഇതൊന്നും ആ കുഞ്ഞിന്റെ വിഷയമല്ലായിരുന്നു. കാരണം തൻ്റെ കയ്യിൽ അപ്പനും അമ്മയും പിടിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പന്റെയും അമ്മയുടെയും അടുത്തു നിന്ന് ആ കുഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അറിയാതെ തന്നെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഭയം കയറി. ഒരല്പസമയം കഴിയുമ്പോൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങും കുഞ്ഞ്. പിന്നീട് ഞാനൊരു കാര്യം പറയട്ടെ, ആ കുഞ്ഞ് എങ്ങോട്ട് ഓടുന്നു അത് അപകടത്തിലേക്കാണ് ഓടുന്നത്. ഒന്നുകിൽ അത് റോഡിലേക്ക്, വണ്ടിയുടെ മുമ്പിലേക്കായിരിക്കും ഓടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അപരിചിതരുടെ കൂടെ ആയിരിക്കും കുഞ്ഞ് പോകുന്നത്. അപ്പനെയും അമ്മയെയും വിട്ട് ആ ഭയത്തിന്റെ കീഴിലാകുന്ന കുഞ്ഞ് പിന്നെടുക്കുന്ന സ്റ്റെപ്പുകളൊക്കെയും അപകടത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആദമും ഹവ്വയും പിന്നെടുത്തതെല്ലാം അപകടത്തിലേക്കുള്ള സ്റ്റെപ്പുകളായിരുന്നു. കാരണം കർത്താവിൽ നിന്ന് അവർ മാറിപ്പോയി. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. എന്താണ് ഈ ഫിയർ എന്ന് പറഞ്ഞാൽ? ഫിയറിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഫിയർ ഈസ് എ പെയിൻഫുൾ ഇമോഷൻ ഓർ പാഷൻ കോസ്ഡ് ബൈ ആൻ എക്സ്പെക്ടേഷൻ ഓഫ് ഈവിൾ. ഒരു വലിയ അനർത്ഥം എനിക്ക് ഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സാണ് ഭയം എന്ന് പറയുന്നത്. ഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരു വലിയ അനർത്ഥം എനിക്ക് ഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ആ ഇമോഷൻ അല്ലെങ്കിൽ ആ പാഷൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ഭയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സസ്പീഷൻ ഓഫ് ഇംപെൻഡിങ് ഡേഞ്ചർ. അതായത് എനിക്ക് ബാക്കിയായിട്ട് അടുത്ത നിമിഷത്തിലോ അടുത്ത ദിവസങ്ങളിലോ എനിക്കൊരു വലിയ അത്യാഹിതം സംഭവിക്കുവാൻ പോകുന്നു. ആൻ ഇംപെൻഡിങ് ഡേഞ്ചർ. പെൻഡിങ്ങിലായിരിക്കുന്ന ഒരു ഡേഞ്ചറിനെ കുറിച്ചുള്ള സസ്പീഷൻ, ഒരു സംശയം എൻ്റെ ഉള്ളിലേക്ക് തരുന്നതാണ് ഭയം. അപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അതാണ്. ഫിയർ ഈസ് എ പെയിൻഫുൾ ഇമോഷൻ ഓർ പാഷൻ കോസ്ഡ് ബൈ ആൻ എക്സ്പെക്ടേഷൻ ഓഫ് ഈവിൾ ഓർ സസ്പീഷൻ ഓഫ് ഇംപെൻഡിങ് ഡേഞ്ചർ. ഇതാണ് ഭയം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഭയങ്ങളുണ്ട്.
ഞാൻ വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒരു ഭയം എന്താണെന്നറിയാമോ? ഫിയർ ദാറ്റ് ഡ്രൈവ്സ് us away. നമ്മളെ ഓടിക്കുന്ന ഒരു ഭയം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഓടിക്കുന്ന ഭയം, സഹോദരങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ഓടിക്കുന്ന ഭയം, നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ ഓടിക്കുന്ന ഭയം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ ഓടിക്കുന്ന ഭയം, ജീവിതത്തിന്റെ സ്വസ്ഥതയിൽ നിന്ന് നമ്മളെ ഓടിക്കുന്ന ഭയം, നമ്മളെ ആയിരിക്കുന്നിടത്ത് നിന്ന് ഓടിക്കുന്ന ഭയം. The fear that drives us away. ഇതിന് ഹീബ്രുവിൽ പറയുന്നതാണ് passion. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിമോൺസ്. ഡിമോണിക് ആയിട്ടുള്ള ഒരു ഫിയർ. That is one type of fear. It's a demonic fear that drives us away. സ്വസ്ഥതയിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വസ്ഥതയിൽ നിന്ന് അവൻ ഓടിപ്പോകും. ദൈവത്തോടുകൂടെ ചേർന്ന് വസിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകും. സമാധാനത്തോടെ കഴിയുന്ന ഒരു വ്യക്തി സമാധാനം വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഓടിച്ചു കളയുന്ന ഭയമാണ്. ഇറ്റ് ഈസ് എ ഡിമോണിക് ഫിയർ. that is one type of fear. Second type of fear is fear that draws us near. നമ്മളെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭയം, അത് ഇറ്റ്സ് എ ഡിവൈൻ ഫിയർ. പ്രൈസ് ഗോഡ്. എന്താണെന്നറിയാമോ? ചുറ്റുപാടും ഭയം വരുമ്പോൾ നമ്മളെ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഭയം. അകന്ന് ജീവിക്കുന്ന ചില സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളെ അന്വേഷിച്ച് അടുത്തു വരുന്ന ആ ഒരു ഭയം. അതുപോലെ തന്നെ ഹല്ലേലൂയ നമുക്കറിയാം, പന്നിക്കൂട്ടിൽ കിടന്നിരുന്ന രണ്ടാമത്തെ മകൻ, മുടിയനായ പുത്രനെന്ന് ലോകം വിളിക്കുന്ന മകൻ, പിതാവിന്റെ അടുക്കലേക്ക് വന്നത് ഒരു ഭയത്താലാണ് വന്നത്. എന്താണെന്നറിയാമോ? നാളെ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ കിടന്നുകൊണ്ട് ജീവിതം തീർന്നു പോകുമല്ലോ. ഹല്ലേലൂയ. ആ ഭയം അവനെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ഭയം, സഹോദരനിലേക്ക് അടുപ്പിക്കുന്ന ഭയം, സഹോദരിയിലേക്ക് അടുപ്പിക്കുന്ന ഭയം, സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭയം, സമാധാനമില്ലാത്തടത്ത് നിന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭയം. അങ്ങനല്ലേ കഴിഞ്ഞ നാളുകളിൽ ഈ ഭയത്തിന് കീഴ്പ്പെട്ടല്ലേ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഈ പോകുന്ന പോക്ക് ഞാൻ പോയാൽ നാളെ ഞാൻ അവസാനിക്കുന്നത് എവിടെയാണ്? ആ ഭയം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നതാരാണ്? സർവശക്തനായ കർത്താവ്. ഇറ്റ് ഈസ് എ ഡിവൈൻ ഫിയർ. ആ ഭയമാണ് നിത്യതയെക്കുറിച്ചുള്ള ഭയം. എനിക്ക് രക്ഷയായില്ലല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാണല്ലോ ഞാൻ. ഇത് പിശാചു കൊണ്ടുവരുന്ന ഭയമല്ല, ഇത് സർവശക്തനായ കർത്താവിനാൽ നൽകപ്പെടുന്ന ഭയം. ആ ഭയം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒരു ഭയം നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ മറ്റേ ഭയം നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതാ ടു ടൈപ്സ് ഓഫ് ഫിയർ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഒരുപാട് ഫിയറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഫിയറുമായി ബന്ധപ്പെട്ട് ഒത്തിരി അസുഖങ്ങളുണ്ട്. അല്ലേ PTSD എന്ന് പറഞ്ഞ് നമുക്കറിയാൻ പറ്റും. എന്താണെന്നറിയാമോ? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലേ? അങ്ങനല്ലേ അതുണ്ടാകുന്നത്? ഭയത്തിൽ നിന്നാണ്, ഒരു സ്പിരിറ്റിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ കടന്നു വരുന്നുണ്ട്, സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ട്, ബൈപോളർ കണ്ടീഷൻസ് വരുന്നുണ്ട്. അതുപോലെ സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി ചിന്തിക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതെ, എല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ശൂന്യത, ഒരു ഹോളോ, an uncomfort you feel inside though you have everything. You are healthy, you are wealthy, you have so many friends around you, you have a good job and you are better settled, you got settled on better way, everything you have favorable, but deep inside you there is a hollow, ഒരു ശൂന്യത. നീ ഭയപ്പെടുന്നു. അങ്ങനെ ഭയത്തിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ കടന്നു പോയിട്ടുള്ളവരുണ്ടോ? എല്ലാം ഉണ്ട്, ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, പക്ഷെ എങ്കിലും ഉള്ളിലൊരു ഭയം. അത് ബൈപോളർ കണ്ടീഷനാണ്. ഇതെല്ലാം ഭയത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഇന്നത്തെ രാത്രി ഇതിൻ്റെ പരിഹാരവും ഇതിൻ്റെ പ്രതിവിധികളുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് അറിഞ്ഞിട്ടേ നമ്മൾ മടങ്ങിപ്പോകാവൂ. അത് അറിയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭയത്തിൻ്റെ പിടിയിൽ നമുക്ക് വിടുവിക്കപ്പെടുവാനായിട്ട് പറ്റും. അതിന്റെ രഹസ്യം കർത്താവ് ഇന്നത്തെ രാത്രി നമുക്ക് ദൈവവചനത്തിലൂടെ വിടുവിച്ച് മനസ്സിലാക്കി തരും. അത് മാത്രമല്ല, ഫിയർ ക്യാൻ ബി മാനിഫെസ്റ്റഡ് ഇൻ മെനി വേയ്സ്. ദാറ്റ് ക്യാൻ ഈവൻ ഗോ ടു ദ ലെവൽ ഓഫ് ഇന്റൻസ് ഫിയർ ഉണ്ടായി കഴിയുമ്പോൾ പാനിക് അറ്റാക്സ് നമുക്കുണ്ടാകും. അത് മാത്രമല്ല, ഈ ചെറിയ ലെവലിലുള്ള ഫിയർ ഉണ്ട്, ഫോബിയാസ് അല്ലേ? അതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സഡൻ ബ്രീഫ് എപ്പിസോഡ്സ് ഓഫ് ഇന്റൻസ് ഫിയർ. അതാണ് പാനിക് അറ്റാക്ക്. പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഈ ടീനേജ് എൻഡിലേക്ക് വരുമ്പോൾ, ഒരു 14-15 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഡിസോർഡറാണ്, മെൻ്റൽ ഡിസോർഡറാണ് ഇത്, പാനിക് അറ്റാക്ക്. ആവശ്യമില്ലാത്തതിനെ കുറിച്ച് പേടിച്ചു പോവുക.
എക്സാമിനേഷന്റെ തലേ ദിവസം പാനിക് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടായി പോവുക. അതുവരെ പഠിച്ചതൊക്കെ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നവർ അങ്ങ് തോന്നിപ്പോവുകയാണ്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, ബട്ട് ദേ ആർ തിങ്കിങ്. They try to revise in their mind, but nothing is coming into their memory. They come under a panic attack. I tell you, my brother, my sister, ചിലർക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതിന് മുമ്പ്, ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ഈ അറ്റാക്ക് ഉണ്ടാകും, പാനിക് അറ്റാക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. വെൽ ടു ഡു ചെയ്യുന്നവരായിരിക്കാം. ഈ പാനിക് അറ്റാക്കിലാണ് മുമ്പേ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയി കഴിയും. കാരണം they themselves come onto a delusion and a lying spirit that they think that I am useless. മുമ്പേ പറഞ്ഞതുപോലെ ഒരു വലിയ ആപത്ത് എനിക്ക് സംഭവിക്കാൻ പോകുന്നു, അതിനു മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പിടിക്കപ്പെടാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇതൊക്കെ ഫിയർ ഡിഫറെൻറ്റ് വേസിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവ്, സർവശക്തനായ കർത്താവ്, നമ്മളിൽ വസിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സകല വല്ലഭനായ, മഹാശക്തനായ, ശ്രേഷ്ഠനായ, സകലത്തിന്റെ മേലും അധികാരമുള്ളവനായ, പിശാചിനെ തോൽപ്പിച്ചവനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം, ഞാൻ എത്ര വീണായാലും എന്നെ തള്ളിക്കളയത്തില്ലെന്നുള്ള ധൈര്യം. ഹല്ലേലൂയ. കർത്താവിനുള്ള ഉറച്ച വിശ്വാസം. My children, you need to have that. You need to have that. Probably you would be able to advise some of your friends when you find them in stress. You need to tell them the way, how to overcome it. എങ്ങനെ ഇതിനെ അതിജീവിക്കണമെന്ന് അവരോട് പറയുവാൻ നമുക്കതിന് കഴിയണം. പലതരത്തിലുള്ള സമയത്തിൻ്റെ ചുരുക്കം കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. പലതരത്തിലുള്ള കോമൺ ആയിരിക്കുന്ന പലതരത്തിലുള്ള ഭയമുണ്ട്. പല ഏരിയകളിലാണ് ഭയം കടന്നു വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് മിനിറ്റുകൾ എടുത്തൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഏതൊക്കെ ഏരിയകളിലാണ് ഭയം കടന്നു വരുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വയം ഒന്ന് ശോധന ചെയ്യാൻ പറ്റും. ഞാൻ ആ ഏരിയയിലെങ്ങാനും ഭയം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ കഴിഞ്ഞ നാളുകളിൽ? ഹല്ലേലൂയ. നമ്പർ 1, ഫിയർ ഓഫ് ഫെയിലുവർ. തോറ്റുപോകുമെന്നുള്ള ഭയം. കുടുംബജീവിതത്തിൽ തോക്കുമെന്നുള്ള ഭയം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോക്കുമെന്നുള്ള ഭയം, ഇന്റർവ്യൂവിൽ തോക്കുമെന്നുള്ള ഭയം, അതുമാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ തോറ്റുപോകുമെന്നുള്ള ഭയം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാമല്ലോ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ആദമും ഹവ്വയും പോയി ഒളിച്ചത് എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ തോറ്റുപോയല്ലോ എന്നുള്ള ഭയം. അവർ ഒളിക്കേണ്ടി വരത്തില്ലായിരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി, യഹോവയായ ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ദൈവം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നഗ്നരായി ദൈവസന്നിധിയിൽ ചെന്ന് നിന്നെങ്കിൽ അവർക്ക് അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ കരുതുന്ന ദൈവമാണ്, ഞങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ ഓടി ഒളിക്കേണ്ടി വരില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ ഓടി ഒളിച്ചാൽ എവിടെ വരെ ഒളിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചില മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് അവരപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് പിടികൊടുക്കാതെ മാറിപ്പോകത്തില്ലേ? ഒരു കുഞ്ഞിന് എത്ര നാളങ്ങനെ മാറി നടക്കാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വില കൂടിയ എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞെന്ന് വെച്ചു. ഇഫ് സംതിങ് ഫോളൺ ഫ്രം യുവർ ഹാൻഡ് ഓഫ് ആൻഡ് ഇറ്റ്സ് ഗോട്ട് ബ്രോക്കൺ, യു വാണ്ടഡ് ടു ഹൈഡ് ദാറ്റ്. ഹൗ ലോങ് ക്യാൻ യു ഹൈഡ് ഇറ്റ്? എത്ര നാൾ ഹൈഡ് ചെയ്യുന്നുവോ അത്രയും സമയം ഈ പറഞ്ഞതുപോലെ അവർ ഇൻസെക്യൂർഡാ. സ്വസ്ഥതയുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? സമാധാനമുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? എപ്പോഴും പപ്പ വിളിക്കുന്നവനെ മോനെ ഇങ്ങ് വന്നതെന്ന് പറയുമ്പോൾ പേടിയാ. എന്തിനാ? അത് കണ്ടുപിടിച്ചിട്ടാണ് വിളിക്കുന്നതെന്ന്. ചെന്ന് ചോദിക്കേ, മോളെ ഇങ്ങ് വന്നേ, ക്യാൻ യു കം ഹിയർ, പേര് വിളിച്ചിട്ട് പറയും ക്യാൻ യു കം ഹിയർ. പേടിയാ, വിറച്ചുകൊണ്ട് ഓടി വരും. എന്താണെന്നറിയാമോ? ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ളത്. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഭയം അകത്ത് കടന്നിരിക്കുക. ആദമിനും ഹവ്വയും എവിടെ പോയി ഒളിക്കാൻ പറ്റും? എന്നാൽ ആ കയ്യിൽ നിന്നത് വീണപ്പോൾ തന്നെ പപ്പയുടെയോ മമ്മിയുടെയോ അടുത്ത് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഈ സാധനത്തെക്കാൾ അധികം, നോ മാറ്റർ ഹൗ മച്ച് എക്സ്പെൻസീവ് കോസ്റ്റ്ലി ഇറ്റ് ഈസ്, ഡസന്റ് മാറ്റർ, ദേ ലവ് മീ മോർ ദാൻ ദിസ് ഒബ്ജക്റ്റ്. ഈ വീണുടഞ്ഞതിനേക്കാൾ കൂടുതൽ എൻ്റെ പപ്പായും എൻ്റെ മമ്മിയും എന്നെ സ്നേഹിക്കുന്നുണ്ട്. I am more valuable to them than this object which is broken. ഈ പൊട്ടിപ്പോയ സാധനത്തെക്കാൾ കൂടുതൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ, കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ മമ്മിയുടെ അടുത്ത് പപ്പയുടെ അടുത്ത് ഓടി വന്ന് പറയും, പപ്പ ഐ എം സോറി, ഇറ്റ് ഹാപ്പൻ. അതോടുകൂടി ആ ഭയം മാറിപ്പോയി. അതോടുകൂടി, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ്, നത്തിങ് ഈസ് ഹിഡൻ. തോൽക്കുമെന്നുള്ള ഭയം മനുഷ്യനെ പിശാചിൻ്റെ കൈകളിൽ എത്തിക്കുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കും? എത്ര വലിയ വീഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയത്.
ഇത്രയും കാലം അബദ്ധങ്ങളിലല്ലേ ഞാൻ ജീവിച്ചത്. എത്രയോ തീരുമാനങ്ങൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെടുത്തു. പിന്നെയും ഞാൻ വീണു പോകുന്നു. പിശാച് പറയും, നിന്നെ വിളിച്ച വിളിയല്ല ഇത്. ആ സഹോദരനെ നോക്കിയേ, അവനെ വിളിച്ചതാ. ആ സഹോദരിയെ നോക്കി, അവരെ വിളിച്ചതാ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയോളജി ഇല്ലേ? കാൽവിനിസമുണ്ട്, അർമീനിയനിസമുണ്ട്. കാൽവിനിസത്തിൽ പഠിപ്പിക്കുന്നു കർത്താവ് മുന്നമേ കണ്ടവരെയാണ് തൻ്റെ സഭയോട് ചേർത്തിരിക്കുന്നത്, തൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നത്. ആ തിയറി പഠിച്ചു കഴിയുമ്പോൾ ചിലർ ചിന്തിക്കും, അപ്പോൾ എൻ്റെ പേര് അവിടെ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ പിന്നെയും വീണുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. പക്ഷേ കാൽവിനിസം എഴുതിയിരിക്കുന്നത് വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന് ഇന്റർപ്രിറ്റേഷൻ പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായ മാർഗമാണ്. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല, കാരണം ഈ മെസ്സേജ് പറയാൻ പറ്റത്തില്ല, പിന്നെ സമയമില്ല. ഞാൻ പറഞ്ഞത്, പിശാച് ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, നമ്മളെ വിളിച്ച വിളിയല്ലേ വിളി, ഇതിനേക്കാൾ എത്ര ബെറ്ററാ പഴയത്. എത്ര നിൽക്കാൻ നോക്കിയാലും പറ്റുന്നില്ല. ചിലരുണ്ട് നാവെടുത്താൽ കള്ളമേ പറയത്തുള്ളൂ, പക്ഷെ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ കള്ളം പറഞ്ഞെന്ന്. മുമ്പേ പറഞ്ഞതുപോലെ ആദം ആ കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആദമന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു എന്ന്. ഇതേപോലെ തന്നെ പാപം ചെയ്യുമ്പോൾ, കള്ളം പറയുമ്പോൾ, ഹാലലൂയ ഞാൻ കള്ളം പറഞ്ഞു പോയി കർത്താവേ എന്നൊരു തോന്നൽ വന്നിട്ട് പെട്ടെന്ന് നാം സ്വയം ശപിക്കുകയാ. കർത്താവിൻ്റെ സന്നിധിയിൽ കൃപയ്ക്കായി വീഴുന്നതിന് പകരം നാം സ്വയം ശപിക്കുകയാ. പാപത്തിന്റെ കീഴിലേക്ക് പിന്നെയും വരികയാ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഫിയർ ഓഫ് ഫെയിലുവറാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നെക്സ്റ്റ് ടൈം ഇഫ് യു കം അണ്ടർ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, കൺഫസ് ദാറ്റ് ടു ദ ലോർഡ്. ലോർഡ്, devil is telling that I am going to be a failure. Devil is telling that I am going to be defeated. Devil is telling that I cannot make it up. ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ലെന്ന്, ഞാൻ ഉയരാൻ പോകുന്നില്ലെന്ന്, ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്ന്, ഈ അവസ്ഥയിൽ ഞാൻ പുറത്തു വരാൻ പോകുന്നില്ലെന്ന് പിശാച് എന്നോട് പറയുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മരണത്തിന്റെ വഴിയിലേക്ക് പോയിരുന്ന നിന്നെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഓട്ടം തികയ്ക്കുന്നത് വരെ നിന്നെ കാക്കുവാനും എനിക്ക് കഴിയും. കർത്താവിൻ്റെ സന്നിധി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ ശബ്ദം കേൾക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറന്നു പോകരുത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആരെങ്കിലും ഒരാൾ മത്തായിയുടെ സുവിശേഷം 24-25 ഒന്ന് വായിച്ച്, ഞാൻ വചനം വായിച്ചു പോകുമ്പോൾ സമയം ഒത്തിരി പോകുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 25. 24-25 ആണോ വായിക്കുന്നത്? അത് തന്നെ. ആ ഭാഗമല്ല ഞാൻ ഉദ്ദേശിച്ച ഭാഗം ഇതാണ്. നമുക്കറിയാം കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശവാസത്തിലേക്ക് പോകുമ്പോൾ 25 കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത്. 25 എന്ന് വായിച്ചേ. അത് തന്നെ, എക്സാക്ട്ലി. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുക്കുകയും അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും. അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. താങ്ക് യു പാസ്റ്ററെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചത്. അവിടെ നമുക്കറിയാം 3 പേരെ വിളിച്ചിട്ട് അവിടെ വചനം എഴുതിയിരിക്കുന്നു, അവരുടെ പ്രാപ്തി പോലെ കൊടുത്തെന്ന അല്ലേ. 5 കിട്ടിയവന് 5നും കൊണ്ട് വ്യാപാരം ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടെന്ന് യജമാനൻ അറിഞ്ഞതുകൊണ്ട് അവൻ 5 കൊടുത്തത്. അവൻ 1 കൊടുത്തില്ല. കാരണം അവൻ 1 കൊടുത്തു കഴിഞ്ഞാൽ അതല്ല അവൻ്റെ പൊട്ടൻഷ്യൽ, അതല്ല അവന് കൊടുത്തിരിക്കുന്ന കൃപകൾ, അതല്ല അവന് ദൈവം കൊടുത്തിരിക്കുന്ന ടാലന്റ്, അതല്ല അവന് 5 വ്യാപാരം ചെയ്യുവാനുള്ള കഴിവുണ്ട്, കൃപയുണ്ട്, അതിനുള്ള സമയമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ 5 ഏൽപ്പിച്ചു. 2 കൊടുത്തവൻ 5 കൊടുത്തില്ല. 2 കൊടുത്തവന് 2 കൊടുത്തത്. കാരണം കർത്താവിന് അറിയാം അവൻ്റെ ഹോൾ ബീയിങ്, അവൻ്റെ വർത്ത്നെസ് കർത്താവിന് അറിയാം, അവൻ്റെ അവൈലബിലിറ്റി കർത്താവിന് അറിയാം, അവൻ്റെ ആ സെസ്റ്റ് കർത്താവിന് അറിയാം. എല്ലാം അവനെ അറിഞ്ഞുകൊണ്ട് അവന് 2 കൈകാര്യം ചെയ്യുമെന്ന് അറിയാമെന്നുകൊണ്ട് അവന് 2 കൊടുത്തു. അതേ ചിന്തയോടുകൂടി തന്നെയാണ് കർത്താവ് 1 കൊടുത്തതും. അല്ലാതെ ഈ 1 കൊടുത്തവനെ താഴ്ത്തി കെട്ടിയതല്ല. ഹല്ലേലൂയ. ആ 1 കൊടുത്തവൻ അതിനുള്ള കഴിവേ ഉള്ളൂ എന്നറിഞ്ഞിട്ടാണ് അവനെ 1 ഏൽപ്പിച്ചത്. പക്ഷെ പ്രശ്നം എന്താ പറ്റിയത്?
5 കിട്ടിയവൻ താൻ വ്യാപാരം ചെയ്തിട്ട് 5 കൂടെ ഉണ്ടാക്കി. 2 കിട്ടിയവൻ വാശി പിടിച്ചിരുന്നില്ല, അവൻ 2 കൂടെ ഉണ്ടാക്കി. പക്ഷെ 1 കിട്ടിയവൻ എന്ത് പറ്റിയെന്നറിയാമോ? പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു. ഞാൻ തോറ്റുപോകും, ഞാൻ ബിസിനസ്സിൽ തോറ്റുപോകുമെന്നുള്ള ഭയം. അതാണ് അവൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, താഴെ വായിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്താ ചിന്തിച്ചതെന്നറിയാമോ? ഇത് ബിസിനസ്സിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇത് ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമ്പോഴങ്ങ് കൊടുത്തേക്കാമല്ലോ. കാരണം he thought his master to be a hard master. ഒരു കഠിന മനുഷ്യനായിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ആ യജമാനൻ എത്രമാത്രം സ്നേഹമുള്ളവനാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവന് കഴിഞ്ഞില്ല. ഒരു ഹാർഡ് ടാസ്ക് മാസ്റ്ററായിട്ടാണ് ഈ മനുഷ്യൻ, ഈ സെർവന്റ് തന്റെ യജമാനനെ കണ്ടത്. അതാണ് കർത്താവിന് ദുഃഖമുണ്ടായത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാമോ? ഇവന് ശാപം കിട്ടാൻ കാരണം, ഇവൻ പുറന്തള്ളപ്പെടുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ദ ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റുപോകുമെന്നുള്ള പേടിയാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേരെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുമെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ എത്ര പേരെ കർത്താവ് വിളിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നാൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാത്തത് എന്താണെന്നറിയാമോ? സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ തോറ്റുപോകുമെന്നുള്ള പേടി. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. കർത്താവ് ഒരു വേലയ്ക്ക് വിളിച്ചെങ്കിൽ, കർത്താവ് ഒരു വേല നമുക്ക് തന്നെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പക്ഷെ ചെയ്യുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളിലൂടെ. പക്ഷെ നമ്മൾ ഭയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ അവൈലബിൾ ആവത്തില്ല. സഹോദരങ്ങളെ മറന്നു പോകരുത്. ചിലരുടെ അടുക്കൽ സുവിശേഷവുമായിട്ട് അയക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടാകാം. പക്ഷെ പെട്ടെന്ന് ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള കഴിവ് എനിക്കില്ല. ഹല്ലേലൂയ. ദൈവസഭയിൽ പല പല ശുശ്രൂഷകൾ കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ടാകാം. പക്ഷെ പലപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയം നമ്മളെ ഉള്ളിൽ നിന്ന് പിടിച്ചു വലിക്കുക. സ്പിരിറ്റ് ഓഫ് ഫിയർ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ. അത് ആ ഒരു ഏറിയ നമ്മൾ ചിന്തിക്കണമേ. നമുക്ക് ജയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലേക്ക് ഭയം കൊണ്ടുവരും, ഇതെന്നെ കൊണ്ട് കഴിയത്തില്ലെന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, കർത്താവ് തരുന്ന അവസരങ്ങൾ ചിലപ്പോൾ എന്നും തന്നിരിക്കത്തില്ല. ജീവിതത്തിൽ ചിന്തിക്കണമേ സഹോദരങ്ങളെ, ചില അവസരങ്ങൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഭയന്ന് മാറിയിരുന്നിട്ട് അതിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരവസരം കർത്താവ് മുന്നിൽ തരുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിലേക്ക് വരാതെ ഇതെന്നെ കൊണ്ട് കഴിയത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ പിന്മാറുകയാണെങ്കിൽ ഈ ഒരു അവസരം പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരണമെന്നില്ല. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, യു ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. മേ ബി ഇൻ യുവർ അക്കാഡമിക് ലൈഫ്, നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ there are areas, maybe there are some subjects which you think you cannot overcome. You can't study it. You can't perform very well there. What you got to do? You cannot just ignore it. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. കഷ്ടിച്ച് പഠിച്ചാൽ മതി, എങ്ങനെയല്ലേ ഇതിന് പഠിച്ചിട്ട് കഷ്ടിച്ച് ജസ്റ്റ് 50% മാർക്ക് ഓർ 60% മാർക്ക് വാങ്ങിച്ചിട്ട് ബാക്കി മറ്റേതിന് കവർ ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇഗ്നോർ ചെയ്യും. നോ, യു ക്യാൻ സക്സീഡ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗാഡ്. എവിടെ നിങ്ങൾ പൂവറാണെന്ന് തോന്നുവോ, എവിടെ നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് തോന്നുവോ, ട്രസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ് റാദർ ദാൻ റണ്ണിങ് അവേ ഫ്രം ഇറ്റ്. ഓടുന്നതിനേക്കാൾ നല്ലത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്ക്. കുടുംബജീവിതം പാളിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ റിയാലിറ്റിയിൽ നിന്ന് ഓടിപ്പോകാതെ രണ്ടുപേരും കൂടെ കർത്താവിന്റെ സന്നിധിയിലൊക്കെ നിന്നിരിക്കെ കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കുവാനായിട്ട് കഴിയും. I tell you under sky, nothing is impossible before God. Nothing. രണ്ട് നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത്, നത്തിങ് ആൻഡ് ഇമ്പോസിബിൾ. രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പോസിറ്റീവ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് എന്ന് പറഞ്ഞാൽ എവറിഥിങ് ഈസ് പോസിബിൾ ഫോർ ഗോഡ്, പ്രൊവൈഡഡ് യു നീൽ ഡൗൺ ബിഫോർ ഗോഡ്. മുട്ട് വിറയ്ക്കുന്ന സമയത്ത് ആ മുട്ട് നിലത്തുറപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. കൈ വിറയ്ക്കുന്നുണ്ടെങ്കിൽ കൈ നമ്മൾ ഉറപ്പിച്ച് പിടിക്കത്തില്ലേ, വിറയ്ക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടി. മുട്ട് വിറയ്ക്കുമ്പോൾ ആ മുട്ട് നിലത്തുറപ്പിച്ച് കർത്താവിൻ്റെ സന്നിധി മുട്ടുകുത്തുക. കർത്താവ് ജയാളിയായി നിർത്തും. Don't run away from your problems. Don't run away from your reality. ഹല്ലേലൂയ. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി ഒളിക്കരുത് ദൈവമക്കളെ. ആ യാഥാർത്ഥ്യം നിനക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത വിധം വലുതാണ്, ഭയാനകമാണെന്ന് തോന്നുന്നെങ്കിൽ ആ യാഥാർത്ഥ്യവുമായി കർത്താവിന്റെ മുമ്പിൽ എത്തുക. അവിടുന്ന് നമ്മളെ സഹായിക്കും. If you are caused by God to face that problem, face that situation, you must remember that you are a child of God. Without the knowledge of God, nothing can ever happen in your life. ദൈവത്തിൻ്റെ വചനം പറയുന്നു, the steps of a righteous man are ordered by God.
നീതിമാന്റെ വഴികൾ യഹോവയിൽ നിന്നുള്ളത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന വഴികൾ യഹോവയെ അറിയാതല്ല. ആ വഴികൾ എന്തായാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. ദാറ്റ് ഈസ് വൺ ഏരിയ, ഫിയർ ഓഫ് ഫെയിലുവർ. അതുകൊണ്ട് എത്രയോ വ്യക്തികൾ ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടാതെ വരുന്നതെന്നറിയാമോ? എത്രയോ വ്യക്തികൾ ഈ ഭയം കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയത്തില്ലയോ, മുന്നിൽ നിൽക്കാനുള്ള ഭയം കൊണ്ട്, അല്ലെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാനുള്ള ഭയം കൊണ്ട് ഇൻട്രോവേർട്ടായിട്ട്, അല്ലെങ്കിൽ അന്തർമുഖനായിട്ട് ദൈവസന്നിധിയിലേക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഹൗ ടു ഓവർകം എന്നുള്ളത് നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. സോ ഡോണ്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലംസ്. ടേക്ക് ദ പ്രോബ്ലം ആൻഡ് ഗോ ടു ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തത് ഫിയർ ഓഫ് ലോസ്. നഷ്ടം സംഭവിക്കും എന്നുള്ള ഭയം. ഹല്ലേലൂയ. ഫിയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എനിക്കുള്ളത് നഷ്ടപ്പെടും. എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, എൻ്റെ ആരോഗ്യം ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പിശാച് കൊണ്ടുവരുന്ന മറ്റൊരു ഭയമാണ് വെറുതെ സ്വസ്ഥത കെടുത്താൻ. ചിലർ ചുമ്മാതിരുന്നങ്ങ് പേടിക്കുകയാണ്. എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുള്ള പോലെ എനിക്കൊരു തോന്നൽ, എൻ്റെ ജോലി സ്ഥലത്ത് എന്തോ പ്രശ്നമുള്ളൊരു തോന്നൽ. മാനേജർ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. വെറുതെ ചിന്തിച്ചു നോക്കണം. ഞാനൊരു സ്റ്റഡി ചെയ്തതിനകത്ത്, ഒരു റിസർച്ച് പേപ്പർ വായിച്ചതിനകത്ത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്തെന്നറിയാമോ? ഒരാൾ ഹീസ് എ പ്രൊഫസർ ഇൻ അമേരിക്ക. അദ്ദേഹം വളരെ ചില വർഷങ്ങളെടുത്തിട്ട് ഒരു എക്സ്റ്റെൻസീവ് സ്റ്റഡി നടത്തി. ബിലീവേഴ്സിൻ്റെ ഇടയ്ക്കും അൺബിലീവേഴ്സിൻ്റെ ഇടയ്ക്കും ഒരു എക്സ്റ്റെൻസീവ് സ്റ്റഡി വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, പ്രൂഫോട് കൂടി അദ്ദേഹം ഇതിനെക്കുറിച്ച്, ഫിയറിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം പഠിച്ചതിനകത്ത് 88%, അതായത് മനുഷ്യൻ ഭയന്നതിനകത്ത്, വിശ്വാസികൾ ഭയന്നതായിക്കൊള്ളട്ടെ അവിശ്വാസികൾ ഭയന്നതായിക്കൊള്ളട്ടെ, 88% ഓഫ് വാട്ട് ദേ ഹാവ് ഫിയർഡ് വാസ് നത്തിങ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 9% എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇളക്കമൊക്കെ ഉണ്ടായി. സിംഹഭാഗത്തിനകത്ത് നത്തിങ്, അങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. 9%-നകത്ത് ചെറിയൊരു ഇളക്കമുണ്ടായി. എന്താ? some shake up and all here and there. Rest 3% it happened. Not the way they thought, some other way. ഇതൊരു ജനറൽ വ്യൂ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 3% മാറ്റാൻ കർത്താവിന് പറ്റത്തില്ലേ? ഞാനൊരു സ്റ്റഡിയാണ് നിങ്ങളെടുത്ത് പറഞ്ഞത്. നെക്സ്റ്റ് ടൈമിൽ പിശാച് നമ്മുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അയ്യോ പോയി എന്ന് പറഞ്ഞ് വിറച്ചവനെ മുന്നിലിരിക്കുമല്ല. എൻ്റെ കർത്താവിനാൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര ഉയരത്തിൽ പിശാച് മതിൽ കെട്ടുന്നുവോ അതിന്റെ മണ്ടയ്ക്കൂടെ ചാടുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തരും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നഷ്ടപ്പെടുമെന്നുള്ള ഭയം, എനിക്കിപ്പോഴുള്ള സ്വസ്ഥത നഷ്ടപ്പെടുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തുമോ എന്നുള്ള ഭയം, ഇതൊരു വലിയ ഭയമാണ്. ഓർക്കുക സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഭയം പിശാച് മുന്നെ കൊണ്ടിരുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി. അതുവരെ ഓടി വന്ന ആ യൂസ്ഫുൾനെസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ചില പ്രത്യേക കാര്യങ്ങളിലുള്ള അഗ്രിവേറ്റീവ്നെസ്, അത് നഷ്ടപ്പെടുത്താൻ തക്കവണ്ണം, നമ്മുടെ ആ എന്തൂസിയാസം എടുത്തു കളയുവാൻ തക്കവണ്ണം പെട്ടെന്ന് നമ്മൾ ഷട്ട് ഡൗൺ ആയി പോകും. അറിയാമോ സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എനിക്കെന്തോ മേജറായിട്ടുള്ള കുഴപ്പമുണ്ടെന്നൊരു തോന്നൽ സ്വയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതിനോട് 88% അതില്ല. നമ്മൾ ചുമ്മാ തോന്നിക്കൊണ്ട് നടക്കുക എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നാൽ ഈ വന്ന പ്രശ്നത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ അങ്ങ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, വളരെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. രണ്ടാമത്തേത് ഫിയർ ഓഫ് ലോസ്. നമ്മുടെ കയ്യിലുള്ളത് ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻസിൽ നമ്മൾ അനുഭവിക്കുന്ന ചിലത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം, അത് പിശാച് കൊണ്ടിരുന്ന ഭയം. മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഡിമോണിക്ക വിച്ച് ഡ്രൈവ്സ് അസ് എ വേ. നമ്മുടെ സ്വസ്ഥതയെ ഓടിച്ചു കളയുന്ന, ദൈവസന്നിധിയിൽ നമ്മളെ മാറ്റുന്ന, സമാധാനത്തിൽ നമ്മളെ മാറ്റുന്ന, മുമ്പേ പറഞ്ഞത് ഡ്രൈവ് അവേ ചെയ്യുന്ന ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉള്ള ഫിയറാണ്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഹാം. മറ്റുള്ളവർ ഉപദ്രവിക്കുമെന്നുള്ള ഭയം, ഒരു ഉപദ്രവം നേരിടുമെന്നുള്ള ഭയം. പ്രൈസ് ഗാഡ്. നമ്മൾ മറന്നു പോകരുത്. ഈ ഉപദ്രവം ഇവരെന്നെ ഉപദ്രവിക്കുമോ,
അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമാകുമോ എന്നുള്ള ഭയം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? വി വിൽ ഗെറ്റ് ഇൻ ടു സിൻഫുൾ കോംപ്രമൈസ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? താല്പര്യമില്ലെങ്കിലും ചിലതിന് യേസ് മൂടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ചിലർക്ക് മനസ്സോടെ നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരിൽ നിന്ന് ഉപദ്രവം നമുക്കുണ്ടാകുമെന്ന് പേടിച്ച. മനസ്സിലായോ? ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് തമാശ പറയുന്നത് നമുക്ക് താല്പര്യമില്ലെങ്കിലും അവരെ നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നുള്ള പേടി വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പോകും. മാനേജറുടെ അടുത്ത് നോ പറയാനുള്ള പേടിയാണ്. എന്താണെന്നറിയാമോ? മാനേജർ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ എങ്കിലും പറയാൻ പേടിയാണ്, അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പേടിയാണ്. മാനേജർ ചെയ്യുന്ന തെറ്റുകളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കണമെന്നുള്ളതല്ല, നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങളിൽ ആ ചെയ്യുന്ന രീതി ശരിയല്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കണമെന്നുമുണ്ട്. പക്ഷേ പെട്ടെന്നൊരു പേടി, ഞാനിത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാതെ ഞാൻ അടിക്കുന്നതും തൊഴിക്കുമെന്നുള്ളതല്ല, ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മളെ കോർണർ ചെയ്യുമെന്നുള്ള പേടി. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഹാം. നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണം. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. Proverbs 26:21 ആണോ 26:1 എന്നറിയാം. അവിടെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ എൻ്റെ കൈകളിലിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. The hearts of the kings are in my hands and I will direct them to the place where I am pleased to. ഏത് അധ്യായം? 21:1 അതെ, 21:1. അപ്പോൾ ഏത് രാജാക്കന്മാരുടെ ഹൃദയവും കർത്താവിൻ്റെ കൈകളിലിരിക്കുകയാണ്, കർത്താവിന് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട, ആരെങ്കിലും പേടിപ്പിക്കുമെന്ന്. റോമാലേഖനം 8:31 വാക്യത്തിലാന്ന് പറയും തോന്നുന്നു, കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ആർക്ക് നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് പറ്റും? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു ഫിയർ നമ്മളിൽ നിന്ന് മാറണം. നമ്മുടെ നെയ്ബേഴ്സ് നമ്മളെ ഉപദ്രവിക്കുമോ? നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ഉപദ്രവമുണ്ടാകുമോ? അല്ലെങ്കിൽ ഈ പോകുന്ന വഴിക്ക് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മോടുകൂടെ കർത്താവ് തൻ്റെ ദൂതന്മാരെ കാവലാക്കിയിരിക്കുക. നമ്മുടെ സകല സാഹചര്യങ്ങളും കർത്താവിൻ്റെ ഹാലിലെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, 16-ാം സങ്കീർത്തനം 8-9 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, എൻ്റെ ജഡം നിർഭയമായി വസിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ ആശ്രയിക്കുക. സഹോദരങ്ങളെ, ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരരുത്. ആദ്യം കേട്ട ഭയം എന്തായിരുന്നു? ഫിയർ ഓഫ് ഫെയിലുവർ. രണ്ടാമത് കേട്ടത് ഫിയർ ഓഫ് ലോസ്. മൂന്നാമത് കേട്ടത് ഫിയർ ഓഫ് ഹാം. നാലാമത്തത് ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. അനേകരുടെ ജീവിതത്തിലുള്ളതാണ് മരണഭയം. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യമേ പറയട്ടെ സഹോദരങ്ങളെ, നമുക്ക് ജീവനെ തന്നത് ആരാണ്? കർത്താവ്. ആ ജീവൻ തിരിച്ചെടുക്കുന്നത് ആരാണ്? കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന ജീവനെ കർത്താവാണ് തിരിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. സാംസ് 23:4 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, even if I walk through the valley of the shadow of death, I shall not be afraid, because thou art with me. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഏത് സാഹചര്യം, കൂരിരുണ്ട മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കർത്താവ് കൂടെ ഇരിക്കുന്നു എങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് കർത്താവിന്റെ കരങ്ങളിലാണ്. കർത്താവ് വിളിക്കുന്ന നാളിൽ നമ്മൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. എന്തിന്? നരകത്തിലോട്ടല്ല പോകുന്നത്, നമ്മൾ കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഉള്ളതിനേക്കാൾ എത്രയോ ബെറ്ററാണ് കർത്താവിന്റെ അടുക്കല്. നമ്മൾ എന്തിനു ഭയപ്പെടണമത്? മരണഭയം കൊണ്ടുവന്ന് പിശാച് പലരുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. മരണഭയം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറയാം എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ്. ബോഡിയൊക്കെ അത് വീക്കാക്കും, ഷ്രിങ്ക് ചെയ്ത് കളയും. നമ്മുടെ തേജസ്, നമ്മളിലെ ഓജസ്സിനെ അവൻ ഊറ്റിക്കുടിക്കും. ഭയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഭയം സെറ്റിൽ ഡൗൺ ചെയ്യുവാൻ തക്കോണം അനുവദിക്കരുത്. ഈ കേൾക്കുന്ന ഏത് ഏറിയകളിലായാലും ശരി, ഭയം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഓർക്കുക, ഞാൻ ആ പറഞ്ഞ 88% കാര്യം ഓർക്കുക. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഓൺലി ദ 3%, ദാറ്റ് ടു വിത്ത് ഗോഡ്സ് ഹെൽപ്പ് വി ക്യാൻ ഓവർകം ഇറ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്തത് ഫിയർ ഓഫ് ഡെത്തിനെ കുറിച്ച് പറഞ്ഞു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമയായിരുന്നവരെയൊക്കെയും അവിടുന്ന് വിടുവിച്ചു. അങ്ങനല്ലേ ആ വാക്യം എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് വായിച്ചത്? Hebrews chapter 2
വേഴ്സ് 14 and 15. അങ്ങനൊരു വാക്യമില്ലേ? അത് തന്നെ. സിസ്റ്റർ ഒരു മിനിറ്റ് അവിടെ നിർത്തിക്കേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി. എന്ന് പറഞ്ഞാൽ മക്കൾ മനുഷ്യരായതുകൊണ്ട് അവനും അവരെ പോലെ മനുഷ്യനായി ഇറങ്ങി വന്നു. എന്തിന്? അടുത്ത വാക്യം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പിശാചിന്റെ പണിയാണിത്. മരണഭീതി നമ്മുടെ ഉള്ളിൽ കൊണ്ട് ഫിയർ ഓഫ് ഡെത്ത് ഓവർകം ചെയ്യാൻ കർത്താവിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്ന ആയുസ് അത് എപ്പോഴും ആയിക്കൊള്ളട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഓക്കെ, നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് പേടിക്കാനുണ്ട്. കർത്താവിൻ്റെ അടുക്കലേക്കാണ്, സ്നേഹിക്കുന്നവനായ പരിശുദ്ധനായ കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സൂൺ ഓർ ലേറ്റർ അവിടെ എത്തുകയും ചെയ്യും. പിന്നെന്താ നമുക്ക് പേടിക്കേണ്ടത്? ഭയം വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ എത്തുക. ആൻഡ് ഫൈനലി ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇത് ന്യായവിധിയെക്കുറിച്ചുള്ള, ഇത് വിശ്വാസികൾക്കൊക്കെ കൊടുക്കുന്ന ഭയമാണ് പിശാച്. ഈ എന്താ പറയുന്നത്? ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ന്യായവിധി. ദൈവമെങ്ങാനും കൈവിട്ട് കളയുമോ എന്നുള്ള പേടി, ദൈവമെങ്ങാനും പറഞ്ഞ വാക്ക് പിൻവലിക്കുമോ എന്നുള്ള പേടി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ ഭയപ്പെടുന്നിടത്തോളം കാലം ഒരു കാര്യം ഇന്നത്തെ രാത്രി കേൾക്കണമേ, നമ്മൾ പെർഫെക്റ്റ് ആയതിനു ശേഷമല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ കാലഘട്ടം ഒന്ന് ഓർത്തേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ തേടി വന്നത് എൻ്റെ 33-ാമത്തെ വയസ്സിൽ പാപത്തിൻ്റെ നടുക്ക് ഞാൻ ജീവിക്കുമ്പോൾ, ആ പാപത്തിന്റെ അവസ്ഥയിൽ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു എങ്കിൽ ഇന്ന് അവിടുന്ന് എന്നെ എത്ര അധികം സ്നേഹിക്കും. കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഏതായാലും 33-ാമത്തെ വയസ്സിൽ പാപത്തിൽ ജീവിച്ചതുപോലെ അല്ലല്ലോ ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ വീഴുന്നുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകാം. ഇത് ഓർക്കണമേ ദൈവമക്കളെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും അവൻ ഏൽപ്പിച്ചു തന്നു. എപ്പോൾ? പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എന്നെ സ്നേഹിച്ചു. നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റ് ഓർത്ത് ഭയപ്പെടരുത്. സോ ലോങ് ആസ് വി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, കർത്താവിനെ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മുടെ ആശ്രയമായിരിക്കുന്നുവെങ്കിൽ, അവിടുത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹമെങ്കിൽ, അവിടുത്തെ വചനം നാം പഠിച്ച് അവിടുത്തെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ താഴ്ത്തിക്കൊടുക്കുവാൻ, നമ്മെ തന്നെ താഴ്ത്തിക്കൊടുക്കുവാൻ നമുക്ക് മനസ്സ് വരുന്നെങ്കിൽ, ദൈവമക്കളെ ഹല്ലേലൂയ, there is no judgment waiting for us. Judgment is over because Christ took away our judgment. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ന്യായവിധിയെ എടുത്തു മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യായവിധിയുടെ ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഓഫ് കോഴ്സ് യു ഗോ ടു ഫിയർ ജഡ്ജ്മെൻറ്റ് ഇഫ് യു ആർ നോട്ട് ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതമാണ് നിൻ്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ന്യായവിധിയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മാറുവാൻ കർത്താവിനോട് കൂടെ നിൻ്റെ ജീവിതം ആരംഭിക്കുക. ന്യായവിധി കർത്താവ് എടുത്തു മാറ്റും. ഈ കേട്ട ഭയത്തിലൊക്കെയും ആദ്യം ഞാൻ കേട്ടതുപോലെ there are many reasons to be afraid. ഭയപ്പെടുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഭയപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ഈ ഫിയറിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരല്പം ചിന്തിക്കാനായിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സമയത്തിന് മുമ്പ് നമുക്ക് നിർത്തണം. കോൺസിക്വൻസസിനെ കുറിച്ച് പറയുമ്പോൾ, നമ്പർ 1, ഫിയർ സെപ്പറേറ്റ്സ് us ഫ്രം ഗോഡ്. ഭയം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ആ ഭയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ആദമിൻ്റെ ജീവിതത്തിൽ നമ്മളത് കണ്ടല്ലോ, ദൈവത്തിൽ നിന്ന് അവൻ ഓടി ഒളിച്ചു. ഹി വാസ് ഹൈഡിങ് അവേ ഫ്രം ഗാഡ്. വൈ ഐ സെഡ് ദിസ്? വെൻ ഫിയർ കംസ് ഇൻ, ഇറ്റ് സെപ്പറേറ്റ്സ് us ഫ്രം ഗാഡ്. നമ്മുടെ ഉള്ളിലേക്ക് ഭയം വരുമ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് മാറ്റുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഫിയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? ഫെയ്ത്ത്. വെൻ ഫിയർ കംസ്, ഫെയ്ത്ത് ഗോസ്. ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വിശ്വാസം നമ്മളിൽ നിന്ന് പോകും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ.
ഹല്ലേലൂയ. കാരണം ഫിയറിനും ഫെയ്ത്തിനും കൂടെ ഒരാളുടെ ഉള്ളിൽ വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഫിയർ നമ്മുടെ അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. when fear comes in you, faith goes away from you. when faith goes away from you, you cannot please God. You cannot even trust God. നമ്മൾ ചെയ്യുന്നതൊക്കെ ജസ്റ്റ് അഭിനയം മാത്രമായിരിക്കും. we pretend that we are a believer. we pretend that we are trusting in God, but we don't trust it. We don't trust God radically. ഹല്ലേലൂയ. മറന്നു പോകരുത് ദൈവമക്കളെ. അപ്പോൾ ഈ ഫിയറിൽ ഫെയ്ത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? നമുക്ക് കൃപ ആവശ്യമുണ്ട്. വി നീഡ് ഗ്രേസ്. ഈ ഗ്രേസ് ആർക്കാ കിട്ടുന്നതെന്ന് അറിയാമോ? താഴ്മയുള്ളവർക്കാ ഗ്രേസ് കിട്ടുന്നത്. താഴ്മയുള്ളവർക്കേ ഗ്രേസ് കിട്ടത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പലതും അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ താഴ്മ നമുക്ക് കിട്ടാനാ. ഹല്ലേലൂയ. ടു ബ്രേക്ക് അസ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം തന്നിരിക്കുന്നത്, ടു കീപ് ഹിം ഹംബിൾ. ഇതേ ശൂലം തന്നെ തീമോത്തിയുടെ ജീവിതത്തിലും ഉണ്ടല്ലേ? എന്തോ തീമോത്തിക്ക് ഒരു വയറിന് ഒരു ഇൻഫർമിറ്റി ഉണ്ടായിരുന്നല്ലേ? അവിടെ പറഞ്ഞത് എന്താണെന്നറിയാം? അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോട് പറയുകയാണ്, നിന്റെ വയറിൻ്റെ അജീർണ നിമിത്തം നീ അല്പം വീഞ്ഞ് മരുന്നായിട്ട് സേവിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? That was not a first solution. I tell you, they together must have been praying it for a while. അപ്പോസ്തലനായ പൗലോസിനോട് എത്ര പ്രാവശ്യം തീമോത്തി പറഞ്ഞു കാണും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? അപ്പോസ്തലനായ പൗലോസ് എത്ര തവണ പ്രാർത്ഥിച്ചു കാണും? അവർ ഒന്നിച്ച് എത്രമാത്രം ഉപവസിച്ചു കാണും? അതിന് ചെറിയ വയറ്റ്, നമ്മൾ ഈ പറയുന്നതിനോട്ട് ചെറിയ വയറ്റ് തോന്നുന്നില്ല. ഇച്ചിരി ഇഞ്ചി കടിക്കുമ്പോൾ വയറ്റ് മാറുന്ന വയറ്റ് തോന്നുമല്ലത്. അത് it was a chronic disease, I think. സം ടെറിബിൾ ഡിസീസ് ആയിരിക്കും. ഒരു വലിയ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കൂട്ട് വണ്ടിയാലും ഫ്ലൈറ്റിലും അല്ല പോകുന്നത്. അവർ കാൽനടയായിട്ട് യാത്ര ചെയ്താണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. കപ്പലിൽ യാത്ര ചെയ്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. വയറിന് പ്രോബ്ലം വരുന്ന ഒരു ദൈവദാസന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തുമാത്രം അസൗകര്യമായിരിക്കും അത്. തന്റെ ശുശ്രൂഷയ്ക്ക് പോലും പലപ്പോഴും തടസ്സമായിട്ട് വരുന്നു. അപ്പൊ ഇത് സന്തോഷത്തോടെ കൊണ്ടു നടന്നതല്ല. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു കാണും, ഇതെൻ്റെ പ്രോബ്ലമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീമോത്തി പലതവണ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണും. ദൈവസഭ മുഴുവനുമായിട്ട് പ്രാർത്ഥിച്ചു കാണും. മറ്റു ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു കാണും. പക്ഷെ വല്ലതും മാറിയോ? മാറിയിട്ടില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇത് നിനക്ക് തന്നിരിക്കുന്ന കർത്താവ് എന്തിനെന്നറിയാമോ? നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എപ്പോഴും കർത്താവിനെ ശ്രദ്ധി കരയാനും പ്രാർത്ഥിക്കാനും. ഇത് തന്നെയാണ് പൗലോസും പറഞ്ഞത്. ഹല്ലേലൂയ. ശൂലം കൊടുത്തു, അത് ഇത് നീങ്ങണമെന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ നീക്കുന്നില്ല, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ അതിന് ഉത്തരം കണ്ടുപിടിച്ചെന്നറിയാമോ? ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം അനുവദിക്കുമ്പോൾ അത് മാറണം കർത്താവേ എന്ന് പറയുമെങ്കിലും കർത്താവ് കൃപ തന്ന് നമ്മളെ നിർത്തിയിരിക്കും. എന്തിനെന്നറിയാമോ? ഇതില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഐ വുഡ് ഹാവ് ബീൻ someone different. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഭീകരന്മാരായി മാറിയേനെമായിരുന്നു. നമ്മളൊക്കെ ഭീകരികളായി മാറിയേനെമായിരുന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ദോഷം വന്നേനേമായിരുന്നു. ദൈവനാമത്തിന് ദോഷം വന്നേനേമായിരുന്നു. എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും. കർത്താവിൻ്റെ സന്നിധി താണിരിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതോടുകൂടി കർത്താവ് ഗ്രേസും തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തതുപോലെ, തീമോത്തിക്ക് കൊടുത്തതുപോലെ, അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ കൊടുത്തതുപോലെ. സോ ഫിയർ സെപ്പറേറ്റ്സ് us from God. ഹല്ലേലൂയ. ഭയം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഭയവും വിശ്വാസവും ഒന്നിച്ച് വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയം ഡേഞ്ചറസ് ആണ്. ഭയം കടന്നു വരുമ്പോൾ തന്നെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കുക. ഒരു കുഞ്ഞ് അപ്പൻ്റെയും അമ്മയുടെയും ഓടി അടുത്തേക്ക്, ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ ഒരു കുഞ്ഞ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? വേറെ എങ്ങോട്ടും അല്ല ഓടുന്നത്, അപ്പൻ്റെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുമ്പോൾ let us run to the Lord because he is our refuge. അവിടെ നിന്നാണ് നമ്മുടെ സങ്കേതം. 2, fear breaks you down physically, mentally and spiritually. This is very visible ആയത് കേട്ടോ. ഒരു വ്യക്തി ഭയത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആ വ്യക്തി ഫിസിക്കലി വീക്കാകും, മെൻ്റലി വീക്കാകും, സ്പിരിച്വലി വീക്കാകും. No doubt about that.
ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് സോർട്ട് ഓഫ് എ ഡേഞ്ചർ, എ ഡിസാസ്റ്റർ. ഐ ടെൽ യു, ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ, ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് എ കാറ്റസ്ട്രോഫി. ഒരാളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഒരാളുടെ എല്ലാ ഓജസ്സും കളയും, തേജസ്സും കളയും, യൂസ്ഫുൾനെസ് കളയും. കാരണം ആളിനെ ഭയം പിടിച്ചിരിക്കുന്നതാ. എന്തെങ്കിലും രോഗമാർക്കെങ്കിലും ഉണ്ടെന്നുള്ള ഭീതി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരൊക്കെ ഈ മെസ്സേജ് ചിലപ്പോൾ യൂട്യൂബിൽ കേൾക്കുമായിരിക്കുമെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റിനിൽ വെച്ച്, ഞാനന്ന് ബഹ്റിനിലായിരുന്നു, വളരെ നല്ല സുഹൃത്ത്, സമൂഹത്തിൽ നല്ല നിലയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എൻ്റെ അടുക്കൽ ഒരു ദിവസം വന്നു. വൈകിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരിടത്ത് കണ്ടുമുട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, റെഞ്ചി ബ്രദർ ആരോടും ഇത് പറയരുത്, വീട്ടിലും വൈഫിനോടും പറയരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞാനിപ്പോൾ ഇത് നിങ്ങളോട് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഐ എം നോട്ട് ബ്രേക്കിംഗ് ഇറ്റ് ബിക്കോസ് യു ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ ആൻഡ് ഐ എം നോട്ട് ടെല്ലിംഗ് ദ നെയിം ആൻഡ് വി ആർ ഇൻ അനദർ കൺട്രി. ദിസ് ടു എത്ര വർഷം മുമ്പാണ്? മേ ബി 20 years plus 25 years ago, 23 years ago നടന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആരോടും പറയരുത്, ഒരുത്തരോടും ഇത് പറയരുത്, എൻ്റെ ഭാര്യ അറിയാനിടയാക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ പറ? എന്നോട്, ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഇത്? ഞാൻ പറഞ്ഞു, എന്തായാലും പറ, വിഷയം പറ. അദ്ദേഹത്തിന് ഭയമാണ്, അദ്ദേഹത്തിന് എയ്ഡ്സ് ആയത്. വർഷങ്ങൾ കൊണ്ട് പുള്ളി ഉറങ്ങുന്നില്ല, മാസങ്ങൾ കൊണ്ട് പുള്ളി ഇറങ്ങുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ അവരുടെ കുടുംബജീവിതം നിങ്ങൾക്കറിയാമല്ലോ, ആ രീതിയിൽ തകർന്നിരിക്കുന്നു. വീട്ടിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഇദ്ദേഹത്തിന് എന്തു പറ്റി? ജോലിസ്ഥലത്ത് പുള്ളിക്ക് ആക്റ്റീവാകാൻ പറ്റുന്നില്ല, ഭയം. അദ്ദേഹം പറയുന്നത് എന്തെന്നറിയാമോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഐ ഹാവ് നെവർ ഡൺ എനിത്തിങ് റോങ്. എനിക്കൊരു പേടി എൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. എങ്ങനോ എൻ്റെ ഉള്ളിലേക്ക് ആ ഭയം കടന്നു വന്നിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരം ക്ഷീണിക്കുന്നുണ്ട്, എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. അതുമല്ല, ചിലരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ ഈയിടെയായിട്ട് ക്ഷീണിച്ച് വരുന്നത്? മനസ്സിലായോ? അദ്ദേഹം എന്നിട്ട് ഇതിൽ വായിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച്. ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചിലരെക്കുറിച്ചുള്ള അഭിപ്രായം, പുള്ളിയുടെ സുഹൃത്തിന് ഇങ്ങനെയൊക്കെ പറ്റിയെന്നുള്ള രീതി പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പേടിപ്പിച്ചു വിട്ടു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ പുള്ളിക്കാരന് ഭയം. എനിക്കഥവാ അങ്ങനെ വല്ലതും ആണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും? എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? ഞാൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല, അവരാരും വിശ്വസിക്കില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത് പറ്റി? എങ്ങനെ ഇത് പറ്റി? ഏതെങ്കിലും തെറ്റിനകത്തെങ്ങാനും പോയോ? ഇല്ല, ഞാൻ എങ്ങും പോയിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു, എങ്ങനെ വന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ നേരം വന്നതായിരിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, ഇത് ഉണ്ടെന്ന് ആര് പറഞ്ഞു? ചെക്ക് ചെയ്തില്ല. എനിക്ക് പേടിയാണ് ചെക്ക് ചെയ്തെങ്കിൽ അന്നത്തെ കാലമാണ്, പേപ്പറിനകത്തൊക്കെ വരുമായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ ഗവൺമെൻറ്, അന്നത്തെ കാലമല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡിലാകും. പിന്നെ അഥവാ വിളിച്ച് ഭാര്യയോടും എല്ലാം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉറപ്പായി ഇദ്ദേഹത്തിനില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ആഴ്ച ചർച്ചിലേക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂടാം. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ബ്രദറിൻ്റെ ദേഹത്ത് നിന്ന് ബ്ലഡ് കുത്തിയിട്ട് എൻ്റെ ദേഹത്ത് ഞാൻ ഇഞ്ചെക്ട് ചെയ്യാം, കാണിക്കാം. ഞാനൊരു കാര്യം പറയാം, ഇന്നും ആ സഹോദരന്, ഞാനെന്ന് പറഞ്ഞ ജീവനക്കാരന് ഞാൻ അത് പറഞ്ഞതുകൊണ്ട്, പുള്ളിക്കാരനെ രക്ഷിക്കാൻ വേണ്ടി, ആ ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ലൈഫിനെ റിസ്ക് ചെയ്യാൻ ഞാൻ തയ്യാറായെന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു, തമാശയ്ക്ക് ഞാൻ പറയുന്നതല്ല, ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് പറയുന്നു. ഞാൻ ഒരിക്കലും വാക്കുമാറത്തില്ല. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു സിറിഞ്ചും കൊണ്ട് ഞാൻ വരാം. എന്നിട്ട് ഞാൻ ബ്രദറിൻ്റെ ബ്ലഡ് എടുത്തിട്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ ഇൻജെക്റ്റ് ചെയ്ത് കാണിക്കാം. ഡു യു ബിലീവ് ദാറ്റ്? ഐ ടെൽ യു ദാറ്റ് ഫിയർ വാസ് ബ്രോക്കൺ ദെയർ. ഞങ്ങളൊന്നിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു പോയി. അനുഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഫിയർ ബ്രേക്സ് പീപ്പിൾ ഡൗൺ. എല്ലായിടത്തെയും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മൾ ഭയത്തിൻ്റെ കീഴ്പ്പെടുന്നെങ്കിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ എന്ത് ഭയമായാലും വിശ്വസിക്കാമെന്ന് ഒരു സഹോദരൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. സഹോദരിമാരാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സഹോദരിയുടെ അടുത്ത് ഷെയർ ചെയ്യണം. ഒരിക്കലും ഒരു സഹോദരി പോയിട്ട് ഒരു സഹോദരൻ്റെ അടുത്തല്ല ഷെയർ ചെയ്യേണ്ടത്, ഒരു സഹോദരൻ പോയി ഒരു സഹോദരിയുടെ അടുത്തല്ല ഷെയർ ചെയ്യേണ്ടത്. സഹോദരന്മാർ വിശ്വസിക്കുന്ന സഹോദരൻ്റെ അടുത്ത് പോയി ഷെയർ ചെയ്യണം. സഹോദരിമാർ വിശ്വസിക്കുന്ന ഒരു സഹോദരിയുടെ അടുത്ത് പോയി ഷെയർ ചെയ്യണം. കാരണം വൺസ് യു എക്സ്പോസ് ഇറ്റ്, മുമ്പേ പറഞ്ഞതുപോലെ ഡെവിൾ വിൽ ലൂസ് ഇറ്റ്സ് ഗ്രിപ്പ്. നമ്മളത് ഒരാളുടെ അടുത്ത് തുറന്നു പറയുമ്പോൾ, ദർ ഇസ് എ സേയിങ് ഔട്ട് ഇൻ ഇംഗ്ലീഷ്, ബ്ലോക്ക്ഡ് വാട്ടർ ഷുഡ് ഗോ സംവെയർ. കേട്ടിട്ടുണ്ടോ അങ്ങനെ?
ബ്ലോക്ക്ഡ് വാട്ടർ ഷുഡ് ഗോ സംവെയർ. അകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം എതിരെ കൂടെ ഒഴുകിയേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. നമുക്കറിയാം ഡാം കെട്ടിയാണെങ്കിലും ഡാമിൻ്റെ സൈഡിൽ കൂടെ ചെറിയ 2-3 സ്ട്രീം അവരിട്ടിരിക്കും. എന്തിനെന്നറിയാമോ? ഒരു സ്ട്രീം വിടാതെ ഇങ്ങനെ പൊട്ടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡാം പൊട്ടിപ്പോകും. അപ്പോൾ എതിരെ കൂടെങ്കിലും ഒന്ന് ലീവ് ഔട്ട് ചെയ്യാൻ വേണ്ടി ലിറ്റിൽ സോർട്ട് ഓഫ് വാട്ടർ പോകണം. അതാ പറയുന്നത്, ബ്ലോക്ക്ഡ് വാട്ടർ ഷുഡ് ഗോ സംവെയർ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു കഴിഞ്ഞാൽ we need to go to a brother or go to a sister with whom you have confidence. വിശ്വസിക്കാമെന്ന്, ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നു, വിശ്വസിക്കാമെന്ന മറ്റൊരു വ്യക്തിയുടെ അടുത്ത് അവർ പറയത്തില്ല, നിങ്ങൾക്ക് വേണ്ടി കരം കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും എന്ന് വിശ്വാസമുള്ള ഏതെങ്കിലും സഹോദരൻ്റെയോ സഹോദരിയുടെയോ അടുത്ത് പോയി ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ ബന്ധനം അതിൽ നിന്ന് മാറിപ്പോകും. സോ 1, ഫിയർ സെപ്പറേറ്റ്സ് us from God. 2, ഫിയർ ബ്രേക്സ് യു ഡൗൺ ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി. എല്ലാ കാര്യത്തിലും ഉത്സാഹം നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. കുടുംബജീവിതത്തിലെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകും. സെക്കുലർ ലൈഫില്, മെറ്റീരിയൽ ലൈഫില്, ഫിസിക്കൽ ലൈഫിൽ, എല്ലായിടത്തും അതിന്റെ പ്രതിഫലനം കാണുവാനായിട്ട് കഴിയും. ശരീരം ക്ഷീണിക്കും, ആവശ്യമില്ലാത്ത അസുഖങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഈ ആങ്സൈറ്റിയാണ് ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇതൊക്കെ തുടങ്ങുന്നത് ഫിയറിനകത്താണ്. സോ ടേക്ക് ദാറ്റ് സീരിയസ്ലി മൈ ബ്രദർ, മൈ സിസ്റ്റർ. അടുത്തത്, ഫിയർ വീക്കൻസ് യുവർ യൂസ്ഫുൾനെസ്. പ്രയോജനമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ യൂസ്ലെസ് ആക്കാൻ ഭയത്തിന് പറ്റും. വീക്കൻസി നമ്മളെ ക്ഷീണിപ്പിച്ച് കളയും, നമ്മുടെ ബലം കെടുത്തി കളയും. ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പറഞ്ഞതുകൊണ്ട്. ഈ ഫിയർ വന്നു കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കുന്ന ഒരു വ്യക്തി യൂസ്ലെസ് ആയി മാറും. മുമ്പ് ഞാൻ പറഞ്ഞ അനുഭവത്തിൽ ആ വ്യക്തി യൂസ്ലെസ് ആണ്. വെരി ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യൂസ്ഫുൾനെസ് എല്ലാം പോയി കഴിഞ്ഞു. എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ചില മാസങ്ങൾ കഴിഞ്ഞാൽ എന്നോട് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. പുള്ളിക്കാരനത് വിശ്വസിക്കാനുള്ള സാധ്യത എന്താണെന്ന് നോക്കി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പിശാച് ലിങ്ക് ചെയ്ത് ഒരു 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 പ്രത്യേക വേൾഡിലേക്ക് ആ മനുഷ്യനെ കോർണർ ചെയ്തു. എന്തിന്? ടു കിൽ ഹിം ഓർ ടു മേക്ക് ഹിം കമ്മിറ്റ് സൂയിസൈഡ്. അവസാനം അങ്ങനെ സംഭവിക്കുന്നത്. എനിക്കത് ഉണ്ടെന്നും പറഞ്ഞ് പേടിച്ച് ചിലപ്പം സൂയിസൈഡ് ചെയ്യും, അല്ലേ? പക്ഷേ എന്താ സംഭവിച്ചത്? ഇപ്പോൾ എത്രയോ വർഷങ്ങളായി, 24 ഇയേഴ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് കോൺസിക്വൻസസ്, പരിണിത ഫലം. ഭയത്തെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ, ഭയത്തെ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കോൺസിക്വൻസിനെ കുറിച്ചാണ് കേട്ടത്. ഇനി ഫൈനലി ഹൗ ടു ഓവർകം ഇറ്റ്. റെമഡി എന്താണ്? ഞാൻ പെട്ടെന്ന് പറയുകയാണ്. നമ്പർ 1, പുട്ട് ഗോഡ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ദൈവത്തെ ഒന്നാമതായി വെക്കുക. ഇൻ ദ ബിഗിനിങ് ഗോഡ്, ഇൻ ദ ബിഗിനിങ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ. എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് കഴിഞ്ഞിട്ടേ എൻ്റെ ജീവിതത്തിൽ എന്തുമുള്ളത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു പോകണം. അടുത്ത 5-8 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33 പെട്ടെന്ന് വായിച്ചാട്ട്. കീപ് റെഡി. അവിടെ നിർത്തിക്കുക സിസ്റ്ററെ. അവിടെ ആ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് ഉടുക്കുമെന്നോ ഓർത്തൊന്നും ഭാരപ്പെടരുത്. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. എന്നിട്ടാണ് സഹോദരി വായിച്ചതുപോലെ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു നീഡ് ഫോർ യുവർ ലൈഫ്, all these things will be added unto you when you start seeking his kingdom and his righteousness. അതായത് കർത്താവിനെ മുമ്പിൽ വെക്കുകയാ. അവന്റെ രാജ്യവും അവന്റെ നീതിയുമാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. റോമൻസ് 8:32 പ്ലീസ്. റോമൻസ് 8:32 ആദ്യം കിട്ടുന്നൊരു വായിച്ചാട്ട്. അവിടെ നിർത്തിക്കുക സിസ്റ്ററെ. അപ്പൊ ഇവിടെ നോക്കിയേ, സ്വന്തം പുത്രൻ, മുമ്പേ കേട്ടതുപോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് തരാതിരിക്കുമോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ എന്താവശ്യങ്ങളായാലും ഏത് സാഹചര്യങ്ങളായാലും ഓർക്കണമേ, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. കാരണം അവിടുത്തെ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തന്നവനാണ് ദൈവം.
അതിനേക്കാൾ വലിയ സ്നേഹമുണ്ടോ സഹോദരങ്ങളെ? അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിന് മുകളിലത്തെ 31 വാക്യം കൊണ്ടൊന്ന് വായിച്ചു സിസ്റ്ററെ. ദൈവം നമുക്ക്, if the Lord is for us, who can be against us? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Put God first in our life. And അതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, confess worry as a sin. നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സഹോദരി വായിച്ചു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരപ്പെടുന്നെങ്കിൽ അത് പാപമാണ്, കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുക. അപ്പം ഞാൻ വിചാരപ്പെടുന്നെങ്കിൽ, ഞാൻ ഭയപ്പെടുന്നെങ്കിൽ അത് പാപമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുന്നത്. Hallelujah. So worry means it's a silent killer. Worry means imagining a future without God. വറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇമാജിനിങ് എ ഫ്യൂച്ചർ വിത്തൗട്ട് ഗോഡ്. ദൈവമില്ലാത്ത ഒരു ഭാവിയെ നമ്മൾ വിശ്വസിക്കുന്നതിനാണ് വറി എന്ന് വിളിക്കുന്നത്. ദൈവമില്ലാത്തൊരു ഭാവി നമുക്കുണ്ടാവുമോ എപ്പോഴെങ്കിലും? ദൈവം കൈവിടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ദൈവം കൈവിട്ടു പോയെങ്കിൽ എന്ത് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വറിയാകുന്നത്. ദാറ്റ് ഈസ് എ സിൻ. അതിനൊരു സിന്നായിട്ട് കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. Psalms 56:3, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. When I fear, I will trust in you. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനത് കൺക്ലൂഡ് ചെയ്ത് ആ വാക്യം കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ ഭാഗം, you may say I can't read, you may say I can't think, you may say I can't even pray, but can you say I will trust in God still? ഒരു പക്ഷേ നമ്മൾ പറയാമെന്ന് വെച്ചോ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല എന്ന് സഹോദരി നീ പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കുക, ഇതൊന്നും നിനക്ക് പറ്റുന്നില്ലെങ്കിലും നിനക്ക് കർത്താവിൽ വിശ്വസിക്കാൻ പറ്റുമോ? യെസ്. Though I can't think, though I can't read, though I can't walk, though I can't pray, but still I trust in my God. That is the confession of your faith. Praise God. Hallelujah. One, put God first in your life. Number 2, ponder scriptures. Ponder scriptures എന്ന് പറഞ്ഞാൽ meditate on scriptures. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുക. അതിന് മുമ്പായിട്ട് അതിനോട് ചേർന്നുള്ളതാണ് be filled with the Holy Spirit every single day of our life. അതിനോട് ചേർന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയാതെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ബലം നമ്മളിലില്ല. വചനം ധ്യാനിക്കുക എത്രയോ പേർ, പിശാചിന് നമ്മളെക്കാൾ കൂടുതൽ വചനം അറിയാം. ആ വചനം കൊണ്ടാണ് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് പോയത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 4-ലും ലൂക്കോസ് സുവിശേഷം 4-ലും കർത്താവിൻ്റെ അടുത്ത് വചനവുമായി വന്നവൻ ആ പിശാചിന് വചനം അറിയാം ഫ്രം കവർ ടു കവർ, ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഹി നോസ് ദ വേർഡ്, ബട്ട് the only thing lacking in him is the power of God, Holy Spirit. അപ്പോൾ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓൾ ദി ടൈം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ജീവിപ്പാൻ, എനിക്ക് നിൽപ്പാൻ തക്കോണം അങ്ങനെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ അനുദിനം നിറയ്ക്കണമേ. പെന്തിക്കോസ്തി നാളിന് മുമ്പുള്ള ശിഷ്യന്മാരുടെ ജീവിതവും പെന്തിക്കോസ്തി നാളിന് ശേഷമുള്ളവരുടെ ജീവിതവും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. We have seen the life of the disciples, apostles before the day of Pentecost, after the day of Pentecost. അവരാന്ന് പറയത്തില്ല അല്ലേ. പെന്തിക്കോസ്ത് കഴിഞ്ഞപ്പോൾ പഴയ പത്രോസിനെയാണോ നമുക്ക് കാണാൻ പറ്റിയത്? അല്ല, ശിഷ്യന്മാരെല്ലാവരും മാറി ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു. അവരാരെയൊക്കെ പേടിച്ചുവോ, ഏതൊക്കെ സാഹചര്യങ്ങളെ പേടിച്ചുവോ, അവിടെയൊക്കെ ധൈര്യത്തോടെ അവർ പോയി. മരണത്തെ പേടിച്ചവർക്ക് മരണത്തെ പേടിയില്ലാതായി. മരണത്തെ പേടിച്ചിട്ടാണ് ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശു കർത്താവിനെ ആര് തള്ളി പറഞ്ഞത്? പത്രോസ്. അതേ പത്രോസാണ് മരിക്കുന്ന സമയത്ത് പറഞ്ഞത്, എന്നെ തലകീഴായി ക്രൂശിച്ചേക്കാൻ. അത് ചെയ്തതാരാ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. Be filled with the Holy Spirit, be baptized. അഭിഷേകത്തിൽ നിറയണം, ആത്മാവിന്റെ അഭിഷേകത്തിൽ. My children, this is a bit of advice to you. Do you want to be stable? Do you want to be strong? Be filled with the Holy Spirit every single day of your life. Be baptized in the Holy Spirit. Ask for a Holy Spirit baptism to the Lord. കർത്താവേ, പരിശുദ്ധാത്മാവിൽ എന്നെ സ്നാനം കഴിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. Then from there keep being filled every single day. Hallelujah. എന്നിട്ടാണ് ദൈവവചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. ഫിലിപ്പിയർ 4-4 എന്നെടുത്ത് പെട്ടെന്ന്, ഫിലിപ്പിയൻസ് 4:6-7 എന്ന് വായിച്ചേ പെട്ടെന്ന്. ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഇത് എഴുതുന്ന എവിടെ നിന്നാ?
ഇന്ന് കഴിഞ്ഞ രാത്രി നമ്മൾ സഹോദരനിലൂടെ കേട്ടതുപോലെ എവിടെ നിന്ന് ഇത് എഴുതുന്നത്? കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ടാണ്. ആർക്ക് എന്തിനെക്കുറിച്ചെങ്കിലും വിചാരപ്പെടാൻ ഇടയുള്ള ഒരുവന് അവന് പുറത്തിരിക്കുന്നവരോട് വീട്ടിലിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന്. അമേസിങ് ലൈഫാണ് കേട്ടോ ക്രിസ്ത്യൻ ലൈഫ്. പെട്ടെന്ന് അടുത്ത വാക്യം ജോഷുവ 1:9 വായിച്ചേ. ജോഷുവ 1:9, ജോഷുവ 1:9 പെട്ടെന്ന് വായിച്ചേ. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ബുക്ക് ഓഫ് ജോഷുവ. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുള്ളൂ. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് വായിക്കേണ്ടത്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അമേസിങ്. ഹല്ലേലൂയ. യെശയ്യാ 43:2, ഐസയ്യാ 43:2. സഹോദരന്മാർക്കും വായിക്കാം കേട്ടോ, കിട്ടുന്നെങ്കിൽ. സഹോദരി വായിച്ചോട്ടെന്നും പറഞ്ഞ് സിറ്റ് ബാക്ക് ചെയ്തിട്ട് റിലാക്സ് ചെയ്യണ്ട. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന സഹോദര, ഇതാ പറയുന്നത്, പോണ്ടർ ദ സ്ക്രിപ്ചേഴ്സ്. ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയായി തീരണം. ഈ വാക്യങ്ങളൊക്കെ അങ്ങോട്ട് ഓർക്കണം ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ. ഇതാരാ പറഞ്ഞത്? ഒരു മനുഷ്യൻ പറഞ്ഞ വാക്യമല്ല. നിന്നോടും എന്നോടും നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണിത്. മുക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് വിശ്വസിക്കണം. വിശ്വസിക്കുവാനുള്ള കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് നമ്മൾ പ്രാപിച്ചെടുത്ത് വചനത്തെ ധ്യാനിക്കണം. ഐസയ്യാ 54:17. പെട്ടെന്ന് ഈ വാക്യങ്ങൾ വായിക്കുന്നത് തന്നെ നമുക്കൊരു ശക്തിയാണ്, ബലമാണ്. അതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കുന്നത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ പണിയുന്ന നോ വെപ്പൺ ഷാൽ പ്രോസ്പർ അഗൈൻസ്റ്റ് യു. നിനക്കെതിരെ പണിയുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, ഇന്ന് നമ്മളെ ചുറ്റിപ്പറ്റി പറയുന്നവരുണ്ടല്ലോ, നമ്മളെ താത്ത് കെട്ടുന്നവരുണ്ടല്ലോ, നമുക്കെതിരെ വാദബുദ്ധി വരുന്നവരുണ്ടല്ലോ, നമുക്കെതിരെ സാക്ഷി പറയുന്നുണ്ടല്ലോ. കർത്താവ് പറയുന്നു, ന്യായവിസ്താരത്തിൽ അവരെ നീ ന്യായം വിധിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വാക്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. വല്ല മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അനാഥരായി നമ്മൾ എവിടത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്പർ 1, put God first in your life. Number 2, be filled with the Holy Spirit all the time and ponder the scriptures. That is, meditate the scriptures. 1, ദൈവത്തെ ആദ്യം മുന്നിൽ ദൈവത്തെ വെക്കുക. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുദിനം നിറയുക. ദൈവവചനം അനുദിനം ധ്യാനിക്കുക. നമ്പർ 3, ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ആയിരിക്കുന്നത്, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത മാറ്റണം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അയ്യോ, എനിക്കിതിനൊന്നും കഴിയത്തില്ല, പിശാചേ നീ ഇത്ര വലിയവനാണോ എന്നുള്ള ചിന്തയിലായിരിക്കരുത്. ഐഡൻറ്റിഫൈ യുവർ ഐഡൻറ്റിറ്റി. നിൻ്റെ ഐഡൻറ്റിറ്റി, നിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയണം. ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്നെസ്. നമ്മുടേതായിട്ട് മുൻവിധികളെ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ധാരണയെ നമ്മൾ ആദ്യം മാറ്റണം. ഓവർകം ചെയ്യാനാ, ഫിയറിനെ ഓവർകം ചെയ്യാനാ. ഞാൻ ദൈവ പൈതലാണെന്നുള്ള ബോധ്യം. അവർ പേടിക്കുന്നുണ്ടായിരിക്കും, അവർ കർത്താവിനെ അറിയാത്തവരാ. ഇവർ പേടിക്കുന്നുണ്ടായിരിക്കും, അറിയാത്തവരാ. പക്ഷെ ഞാൻ പേടിക്കത്തില്ല, കാരണം എന്നോട് കൂടെ എൻ്റെ കർത്താവുണ്ട്. ഞാൻ കർത്താവിന്റെ പൈതലാണെന്നുള്ള ബോധ്യം. ബിലീവ് ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ് അറ്റ് ദാറ്റ് ലെവൽ. ആ വഴിയിൽ, ആ ലെവലിൽ നമ്മൾ ജീവിക്കണം. ആ ലെവലിൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ പലതും ഡിമാൻഡാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ജീവിക്കുന്നവരായിരിക്കണം. ഒരു ദൈവ പൈതലിൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടായിരിക്കണം. ചുമ്മാതെ ദൈവ പൈതലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ പോരാല്ലോ, കർത്താവൂടെ പറയണ്ടായോ? ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. അങ്ങനെ കർത്താവിനൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ ഈ ഭയത്തെ അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം.